അടിപൊളി പടമാണ്, നന്നായിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവര്. നല്ല മൂവിയാണ്. അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ദേശീയ അവാർഡ് ജേതാവായ വിജയരാമചേട്ടനൊപ്പം നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ എന്താ പറയാ, ഒരു സ്വപ്നമായിരുന്നു. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഓഡിയൻസ് അല്ലേ പറയേണ്ടത്. ഞാൻ അഭിനയിച്ച സ്ഥിതിക്ക് കുഴപ്പമില്ല. ആ അതെ. എങ്ങനെയുണ്ട് പടം? നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? ഓക്കെ. റിലീസ് കുറച്ച് വൈകി. അത് എഡിറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയി. എന്തായാലും പടം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കാണുക, പടം കാണുക. ഇതൊരു ഫാമിലി ഇമോഷണൽ എല്ലാം കൂടെ ഉള്ളൊരു പടമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഫാമിലി ആക്ഷൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വളരെ നല്ല സിനിമയാണ്. ഇതുവരെ നമ്മൾ സ്ഥിരം കാണുന്ന പ്രമേയങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രമേയമാണ്. നല്ല സിനിമയാണ്. അഭിനയിച്ചവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച പാർട്ടി വളരെ നല്ല ഒരു വില്ലനാണ്. ഇനി മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള വില്ലനാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച് നല്ല സിനിമ, നല്ല കഥ. നല്ല സിനിമ. മീനാക്ഷി മോൾ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ നടൻ നമ്മുടെ ശരത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. സുനിൽ അരവിന്ദ് അടിപൊളിയായിട്ടുണ്ട്. നല്ല സംവിധാനം, നല്ല ഫൈറ്റ്, അടിപൊളി. കോമഡി അല്ല, ഒരു ത്രില്ലിംഗ് കഥാപാത്രമാണ്. നല്ല സ്റ്റോറി. ഞാൻ ഈ സിനിമ അഭിനയിക്കല്ല, പ്രൊമോ ചെയ്ത ഞാനാണ്. അല്ല, ഈ സിനിമ പ്രൊമോ ചെയ്ത ഞാനാ. സിനിമയുടെ പ്രൊമോ അത് ഞാനാ ചെയ്തത്. അല്ല, സിനിമയ്ക്ക് പ്രൊമോ ചെയ്തില്ലേ നമ്മളെ? പുതിയ സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോ ചെയ്തില്ലേ? അത് ഞാനാ ചെയ്തത്. ഈ സിനിമ ജൂനിയേഴ്സ് ജേണി, അങ്ങനെ സിനിമ വൈറലായി ഞാൻ ചെയ്തപ്പോൾ. ഇഷ്ടപ്പെടാനുള്ള എല്ലാം ഉണ്ട് അതിൽ. ഏതൊരു ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ട്. ഇപ്പോൾ കാണാൻ മനസ്സിലായി. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞങ്ങൾ ശരിക്കും പറയും ഇമോഷണലാണ്. കാരണം വലിയൊരു അധ്വാനം, കുറേയധികം കലാകാരന്മാരുടെ അധ്വാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർക്ക് കുറേ കാലങ്ങളായിട്ട് കൊടുക്കാത്തൊരു ജോണറാണ്. നമുക്ക് സസ്പെൻസ് ത്രില്ലർ, ഒരു ഇമോഷണൽ ത്രില്ലറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ലോഹിദാസ് സാറിൻ്റെ പ്രിയ ശിഷ്യൻ ആൻസൺ ആൻ്റണി, അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ, സിനിമ കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അത് ഒരു നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹമാണ് നമ്മുടെ ആ സ്വർഗവസന്തമേ സ്നേഹവസന്തമേ എന്നൊരു പാട്ട് പാടി. അതുപോലെ തോമസ് പനക്കൽ, നമ്മുടെ മീനാക്ഷിൻ്റേത് നമ്മുടെ യെസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ രഘുറാമിൻ്റെ നായകൻ ആദേശ് ബാല വന്നിട്ടുണ്ട്. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? நல்ல சூப்பர் பிக்சர், சூப்பர் ஒரு நல்ல ஒரு த்ரில்லிங் பிக்சர் இருக்குது. ரொம்ப நல்லா பண்ணியிருக்கு. அதுவும் சுனில் செட்டா வந்து ரொம்ப மெச்சூர்டு ரோல் நல்லா பண்ணியிருக்கு. 3 டைப் ஆஃப் கேரக்டர்ஸ் பண்ணியிருக்கு. ஸோ வி ஷால் എല്ലാം തിയേറ്ററിൽ വന്ന് കാണണം. താങ്ക് യു. ആൻസൺ ആൻ്റണി നമ്മുടെ പ്രിയപ്പെട്ട ലോഹിത് സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലെ ആദ്യത്തെ സംവിധാനം ചെയ്ത പടം ആൻസൺ ആൻ്റണി. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. എനിക്കൊന്നും പറയാനില്ല. ആ സിനിമയിൽ ഇവിടെ എല്ലാം കുറഞ്ഞു കഴിഞ്ഞു. നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയായിരുന്നു. പ്രേക്ഷകർ എല്ലാവരും കാണണം, എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ആദ്യത്തെ തിരക്കഥയിൽ എഴുതിയ സംവിധാനം ചെയ്ത സിനിമയാണ്. നന്നായിട്ട് വന്നിട്ട് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. കോ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള സലോമി ചേച്ചിയും ജോണി ചേട്ടനും. കാരണം ഞങ്ങളൊരു കൂട്ടായിട്ടുള്ള ഒരു ഐക്യത്തിലാണ് സിനിമ ഉണ്ടായത്. ജോണി ചേട്ടൻ, അതുപോലെ സലോമി ചേച്ചി പറയും. ഞങ്ങളുടെ മൂവി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ആഗ്രഹം. കണ്ട് ഇഷ്ടപ്പെട്ടത് ഉണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ മൂവിക്ക്. അതാണ് എല്ലാവരും കാണാനും സഹകരിക്കാനും. താങ്ക് യു. നല്ലൊരു എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
കേരളത്തിലെ ഏകദേശം ഒരു 64ഓളം 70 താഴെയുള്ള തിയേറ്ററുകളിൽ ഇറങ്ങുന്നുണ്ട് ഇന്ന്. ഈ ഫസ്റ്റ് പ്രിവ്യൂ തന്നെ നല്ല റെസ്പോൺസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്നായിട്ട് ഞങ്ങൾ ഒന്നും പ്രത്യേകമായിട്ട് എഴുതാൻ ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ കണ്ട അഭിപ്രായങ്ങൾ പറയണം. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പറയണം. അത് മതി തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരു സിനിമ കയറി പോരാനായിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ.